ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്. അതായത് മാസ് ഡയലോഗൊക്കെ അടിച്ച് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. മൂക്കിലൂടെയൊക്കെ ചോര ഒലിപ്പിച്ച് ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ, അതായത് LDF UDF സംഘർഷമാണ് അവിടെ നടന്നത്. അതിൽ പോലീസ് തന്നെ അടിച്ചു. പോലീസിന്റെ അടി കൊണ്ടാണ് തനിക്ക് ചോര വന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ അടിയന്തര ശസ്ത്രക്രിയക്കായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ കയറ്റിയിട്ടുണ്ട്. അദ്ദേഹം 5 ദിവസം വിശ്രമത്തിലാണ്. ഈ അടികൊണ്ടവും കൂടെ നിന്ന് അടികൊണ്ടവന്മാരുടെ അവസ്ഥയൊക്കെ എന്താണ് എന്നറിയില്ല. ഷാഫി MP കൂടെ ആയതുകൊണ്ട് ഷാഫി പറമ്പലിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും കൂടെ അടി കിട്ടിയവന്മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. എന്തായാലും നല്ല പോലെ അടി വാങ്ങി ഷാഫി കൊടുക്കുകയും ചെയ്തു, വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഷാഫി പറയുന്നത് കേരള പോലീസ് ഷാഫി എടുത്തിട്ട് അടിച്ചു തൂത്തു എന്നാണ് പറയുന്നത്. കേരള പോലീസ് കോഴിക്കോട് റൂറൽ SP അടക്കം പറയുന്നത് ഞങ്ങൾ ലാത്തി വീശി നിങ്ങൾ അടിച്ചതിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞങ്ങൾ അതിന് മറുപടി തരാം എന്നാണ് പറയുന്നത്. ഇപ്പോ മാരകായുധം ഉപയോഗിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിലടക്കം 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യത്ത് ഗൗരവം നമുക്ക് മനസ്സിലാകാം. കാരണം പിണറായിയുടെ പോലീസ് ആയതുകൊണ്ട് ഞങ്ങളെ അടിച്ചത് പിണറായിയുടെ പോലീസാണ്. കാരണം പിണറായിയുടെ കയ്യിലാണല്ലോ ആഭ്യന്തര വകുപ്പ്. അപ്പോൾ പിണറായിയുടെ പോലീസ് ഞങ്ങൾ അടിച്ച് വകവരുത്തി എന്ന് കാണിക്കാൻ ഇത് UDF-ഉം DYFI-യും തമ്മിൽ നടത്തിയ ഒരു പ്രതിഷേധമാണ്. അതായത് പേരാമ്പ്രയിൽ CKGM കോളേജിൽ ഒരു ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ UDF ജയിച്ചു. അതിന്റെ വിജയാഹ്ലാദ പ്രകടനം നടത്താനായി അവർ വന്നപ്പോൾ ഇവരുടെ തന്നെ ഒരു നേതാവ് VK പ്രമോദ് എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തെ അടിച്ചുവെന്നോ മർദ്ദിച്ചുവെന്നോ പറഞ്ഞുകൊണ്ട് DYFI-യും പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ തമ്മിൽ പേരാമ്പ്രയിലെ ടൗണിൽ വെച്ച് മുഖാമുഖം കാണുന്നു. പിന്നീട് അങ്ങോട്ട് ചന്നം പൊരിഞ്ഞ അടിയാണ്. ഇത് എന്തിനാണ് അടി? ഇപ്പൊ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് പ്രശ്നത്തിന്റെ പേരിൽ പോലും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേൽപ്പിച്ചുകൊണ്ടോ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരാൾ വിജയിച്ചു, അതിന്റെ വിജയാഹ്ലാദ പ്രകടനം, മറ്റൊരാൾ പറയുന്നു ഞങ്ങളുടെ നേതാവിനെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ അടി നടത്തുന്നു. ഇതിന്റെ ഇടയ്ക്ക് പാവം പോലീസുകാർ എന്ത് വിളിച്ചു എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഇപ്പോ റൂറൽ SP അടക്കം പലർക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവർക്ക് പോലീസുകാർക്ക് പരിക്കേറ്റാൽ ഇവിടെ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? പോലീസുകാർ പിണറായിയുടെ വീട്ടിൽ നിന്ന് ദാനം കൊടുക്കുന്നതൊന്നുമല്ല പോലീസുകാരുടെ ശമ്പളം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. പിന്നെ അവരുടെ ഗതികേട് കൊണ്ട് അവർ ഒരു പക്ഷേ പിണറായി വിജയൻ പറയുന്ന പല കാര്യങ്ങൾക്കും നട്ടല് വളച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. കാരണം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ മുഖം തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ നാളെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഗിണി കോണത്ത് പോയി എന്താ പറയുക, അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇവര് എന്തോ ചെയ്തോണ്ട് പോട്ടെ, എന്ത് പറഞ്ഞാലും അങ്ങ് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് നട്ടല് വളച്ചായാലും നിന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ്. എല്ലാ പോലീസുകാരും എല്ലാ ഗതികേട് കൊണ്ടുള്ള ചില പോലീസുകാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ അത്തരത്തിൽ സംഘർഷാവസ്ഥകൾ ഉണ്ടാകുന്നു. അപ്പൊ എന്തിനാണ് ഈ സംഘർഷാവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ വലിയൊരു സംഭവം നടക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ സ്വർണം ആര് കൊണ്ടുപോയി, ആരടിച്ചുകൊണ്ടുപോയി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നവന്റെ പുറകിലുള്ള മാഫിയകൾ ആരാണ്, സ്വർണ്ണ മാഫിയകൾ ആരാണ്, ഈ ബന്ധം, ഈ കണ്ണികൾ എങ്ങോട്ടാണ് പോകുന്നത്? സിനിമാ മേഖലയിലെ പല വമ്പന്മാരുമായിട്ട് ബന്ധമുണ്ടോ? കാരണം ജയറാമിന്റെ വീട്ടിലൊക്കെ ഈ സ്വർണം കൊണ്ടുപോയി പൂജിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഈ പറയുന്ന എന്റെയോ വീട്ടില് ഈ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം കൊണ്ട് ആരെങ്കിലും വരുമോ? ഇല്ല. അപ്പോ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് പോകുന്ന വഴിക്ക് എന്നാ ജയറാമിന്റെ വീട്ടിലേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയത് എങ്ങനെയാണ്? സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ ജയറാം പറയുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഇതിലെയൊക്കെ കണ്ടെത്തണം. ഏകദേശം 479 കിലോ സ്വർണം ഇനി കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അയ്യപ്പനെ അടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. ഇത് ഏത് സർക്കാരിന്റെ കാലത്താണ്? കടന്നപ്പള്ളി സുരേന്ദ്രന്റെ കാലത്താണോ? VS ശിവകുമാറിന്റെ കാലത്താണോ? വാസവന്റെ കാലത്താണോ? ഏത് സമയത്താണ് ഇതൊക്കെ കട്ടുകൊണ്ട് പോയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ യഥാർത്ഥത്തിൽ അയ്യപ്പനുമായിട്ട് സ്നേഹമുള്ള അയ്യപ്പ സ്നേഹികൾ വിശ്വാസികളാണ് എങ്കിൽ
ഇനി പോട്ടെ 4 വോട്ടിന് വേണ്ടിയെങ്കിലും, 4 വോട്ടിന് വേണ്ടി ആരുടെയും കാല് നക്കാൻ മടിയില്ലാത്തവന്മാരാണ്, 4 വോട്ടിന് വേണ്ടിയാണെങ്കിലും ഈ വിഷയം ഇപ്പോ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ്, EDയുടെ റെയ്ഡ്, സിനിമാ നടന്മാരുടെ വീട്ടിൽ EDയുടെ റെയ്ഡ് ഈ സമയത്ത് തന്നെ, ഇത്രയും നാൾ ED എന്താ ഉറങ്ങുകയായിരുന്നോ? ഈ ശബരിമല വിഷയം വരുമ്പോൾ തന്നെ ED എന്തിനാ റെയ്ഡുമായി ഇറങ്ങുന്നത്? അതായത് അവിടെ നിന്ന് വിഷയം ഇങ്ങോട്ടേക്ക് മാറ്റണം. ആരാണോ കട്ടവന്റെ നിന്ന് വിഷയം ഇപ്പുറത്തേക്ക് മാറ്റണം. സിനിമാ നടന്മാരെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ മുഖത്തായിരിക്കുമല്ലോ, അവർ നടക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, അവർ കാറിലാണ്, അവർക്കാണെങ്കിൽ പുച്ഛഭാവമാണ്. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. ദുൽഖർ സൽമാൻ ആണെങ്കിൽ പിന്നെ നടന്നു വരുന്നുണ്ട്, ഒരു കൂസലും ഇല്ലാതെ, അദ്ദേഹത്തിന്റെ മൊത്തം പുച്ഛഭാവമാണ്. എല്ലാ പ്രമുഖ മാധ്യമങ്ങളെന്ന് പറഞ്ഞ മാധ്യമങ്ങളും അവിടെയുണ്ട്. എന്നിട്ട് ഇവരെ ഒന്ന് നീയൊക്കെ ആരടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാൻ നടന്നു വരുന്നത് കാണുന്നത്. അത്ര പുച്ഛത്തോടെയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആളുകളെയൊക്കെ ഈ ദുൽഖർ സൽമാൻ അടക്കം യുവ തലമുറകൾ കാണുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പവും നാണവും മാനവും ഇല്ലാതെ വീണ്ടും അവരുടെ പുറകെ പോകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഷാഫി പറമ്പൽ അടക്കമുള്ളവരോട് ചോദിക്കുകയാണ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. യോഗദണ്ഡ്, ഏകരുദ്രാക്ഷമാല, പിന്നെ ഇനി അയ്യപ്പൻ സ്വർണം പൂശിയതാണെന്ന് പറയണം. ആ സ്വർണം ഒരച്ചൊരച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയോ? അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണ്. 39 ദിവസമാണ് അയ്യപ്പന്റെ വാതിൽ തുറന്നു കിടന്നതെന്ന് പറയുന്നു. ഈ 39 ദിവസം കൊണ്ടുപോയ വാതിൽ തിരിച്ചു കൊണ്ടുവന്നത് സ്വർണമാണോ, വെള്ളിയാണോ, അതോ പിത്തളയാണോ? ഈ വിഗ്രഹപ്പാളി എന്താണ്? ഇതൊക്കെയല്ലേ ഇവിടത്തെ വിഷയമെന്ന് പറയുന്നത്. അപ്പോ വിശ്വാസ സമൂഹത്തെ, അല്ലെങ്കിൽ അയ്യപ്പനെ എന്ത് വേണോ, ശബരിമലയിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. 4 വോട്ട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്നിട്ട് കുറെ ബാനർ ഉയർത്തി കാണിക്കും, കുറെ വായി നോക്കികളെന്ന് സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ തന്നെ വിളിക്കും. വായി നോക്കിയെന്ന് വിളിച്ചത് തെറ്റ് പറയാൻ പറ്റിയില്ല, കാരണം ഇവന്മാര് കാണിക്കുന്നത് അത്രമാത്രം വൃത്തികെട്ട തോന്നിവാസങ്ങളാണ്. ഈ സമയത്ത് സമൂഹത്തിന്റെ ശ്രദ്ധ നമ്മൾ തിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധ തിരിക്കാതിരിക്കുക. ഇന്നിനിപ്പോ മൊത്തം ഇതായിരിക്കും, ഷാഫി കിടക്കുന്നുണ്ടോ, ഷാഫിയുടെ മൂക്കിടിച്ച് പരിവാക്കിയെന്നാണ് ഷാഫി പറയുന്നത്. വേണമെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിട്ട് അത് പോലീസിന്റെ തലയിൽ വെക്കാനും മടിയില്ലാത്തവരാണ് പല നേതാക്കളും. ഷാഫി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി അതിന്റെ പേരില് പിന്നെ എന്താ പറയുക, ആന്തം കൊങ്ങികള് അതും പൊക്കി പിടിച്ചോണ്ട് വരണ്ട, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇത്തരത്തിൽ ഈ DYFIയെ സംബന്ധിച്ച്, അവരുടെ പാർട്ടി കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവർക്കിത് പ്രശ്നം ഉണ്ടാക്കിയാലൊന്നും അവരെ സംബന്ധിച്ച് വലിയ കാര്യമല്ല ഇത്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അടിയുണ്ടാക്കാം, പ്രശ്നം ഉണ്ടാക്കാം. ഇനി പിന്നെ ചെടിച്ചട്ടി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറയാം. അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. അതൊന്നും ഇവിടെ ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. പക്ഷേ അതിനപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു സമയത്ത് മൂക്കിൽ ചോര ഒലിപ്പിച്ച് ഷാഫി പറയുകയാണ്, എന്നെ തൊട്ടവന്മാരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, എന്റെ പിള്ളേരെ തൊട്ടവന്മാരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിന്റെ ഡയലോഗൊക്കെ അടിച്ച് ഷാഫി ഇങ്ങനെ നെഞ്ച് വിരിച്ച് വന്നു നിന്നാൽ കേരള ജനത പുച്ഛിച്ച് തള്ളേ ഉള്ളൂ. കാരണം ഒരു ലോക്സഭ MP ആണ്. ആ MP ഇപ്പോ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ ഈ അയ്യപ്പന്റെ വിഗ്രഹം കട്ടവരെ, അല്ലെങ്കിൽ ശബരിമല കട്ട് മുടിച്ചവർക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ ഇത്തരത്തിൽ പരിക്കേറ്റതാണെങ്കിൽ ഓക്കെ, അത് സമ്മതിക്കാം നമുക്ക്. അത് ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ സംഭവിച്ചതാണെന്ന്. ഇത് മനഃപൂർവ്വം ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കോൺഗ്രസിന് പങ്കുണ്ടോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല.